യുപിയിൽ അമിത ആത്മവിശ്വാസം ബിജെപിക്ക് തിരിച്ചടിയായെന്ന യോഗി ആദിത്യനാഥ്. യുപിയിലെ 10 നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഉടൻ. ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമോ ബിജെപി? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബിജെപി അവരുടെ ജയപരാജയങ്ങളുടെ കാരണങ്ങൾ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളിലും യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ഉത്തർപ്രദേശിലെ യോഗം കഴിഞ്ഞത്, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം. ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ ഒരു പ്രധാനപ്പെട്ട പരാമർശമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. അതായത് പാർട്ടി അമിത ആത്മവിശ്വാസം പാർട്ടിക്കുണ്ടായതാണ് ഇത്ര വലിയൊരു തോൽവി സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടി വന്നത്, നേരിടേണ്ടി വന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ബിജെപിയെ സംബന്ധിച്ചിടത്തോളം യു പിയിൽ നിന്നാണ് അവർ പാർലമെന്റിലേക്ക് അത്ര അനായാസ വിജയം നേടി കഴിഞ്ഞ 2 തവണയും എത്തിയത്. വലിയ ഭൂരിപക്ഷം, അതായത് 2014 ആകെയുള്ള 80 സീറ്റുകളിൽ 71 സീറ്റുകൾ, 2019 ഏതാണ്ട് സമാനമായ നിലയിൽ 62 സീറ്റുകൾ. അവിടെ നിന്നാണ് 2024 എത്തുമ്പോൾ 33 സീറ്റുകൾ എന്ന പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ബിജെപി യു പിയിൽ കൂപ്പുകുത്തി വീഴുന്നത്. ആ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് ഈ നിലയിൽ യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നൊരു ഇത്തരം ഒരു പരാമർശനവും നിരീക്ഷണവും ഉണ്ടായിരിക്കുന്നത്. സുബീഷ്, ആ നിലയിൽ അവർ എന്താണ് ഈ കാരണമെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഒരു ആത്മപരിശോധനയ്ക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറാകുമോ എന്നുള്ളതാണ്. ആ നിലയിൽ ഒരു ആത്മപരിശോധന, ആത്മവിമർശനം, തിരുത്തൽ ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അമൽ, 2014 ശേഷം 2014 മുതൽ 2024 വരെയുള്ള ഒരു 10 വർഷത്തെ കാലയളവിനിടയിൽ ഇതാദ്യമായി ബിജെപിക്ക് ദേശീയ തലത്തിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആത്മപരിശോധനയ്ക്കുള്ള സമയം, ആത്മപരിശോധന ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യമാണ് ഞാൻ അമലിനോട് തിരിച്ചു ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ ആത്മപരിശോധന ആവശ്യമാണ് എന്ന രീതിയിലുള്ള സ്വരങ്ങൾ ബിജെപിക്കകത്ത് ഈ 10 വർഷ കാലയളവിനിടയിൽ അല്ലെങ്കിൽ 10 വർഷം തീരുന്ന ഈ വേളയിൽ ഇതാദ്യമായി ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തുടക്കം കഴിഞ്ഞ ദിവസം ഗോവ എക്സിക്യൂട്ടീവിലായിരുന്നു എന്നാണ്. ബിജെപിയുടെ ഗോവ എക്സിക്യൂട്ടീവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിക്കുകയുണ്ടായി. നിതിൻ ഗഡ്കരിയാണ് അത് തുടങ്ങി വെച്ചത്. നിതിൻ ഗഡ്കരി പറഞ്ഞത് ജാതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാകരുത് രാഷ്ട്രീയം എന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനം ജാതികൾ കേന്ദ്രീകരിച്ചു കൊണ്ടാകരുത്, അത് രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ പരിഷ്കരണത്തിൽ ഊന്നിയാകണം. ആ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഈ പറഞ്ഞ മേഖലകളിലുള്ള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ആണ് ഇനിയുള്ള കാലത്ത് അവതരിപ്പിക്കപ്പെടേണ്ടത്. അതല്ലാതെ ജാതികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്നാണ് ഗോവ എക്സിക്യൂട്ടീവിൽ നിതിൻ ഗഡ്കരി പറഞ്ഞു വെച്ചത്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ഉത്തർപ്രദേശിൽ ബിജെപിയുടെ എക്സിക്യൂട്ടീവ് ചേർന്നത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ ചേരുന്ന ബിജെപിയുടെ മേജർ മീറ്റിംഗ് ആയിരുന്നു ഇന്നലെ ലക്നൌവിൽ നടന്നത്. ലക്നൌവിലെ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു ബിജെപിയുടെ എക്സിക്യൂട്ടീവ് ചേർന്നത്. ബിജെപിയുടെ നാഷണൽ പ്രസിഡന്റ് JP നഡ്ഡ കൂടി പങ്കെടുത്ത ഈ എക്സിക്യൂട്ടീവിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MP-മാർ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ബിജെപിയുടെ MLA-മാർ പങ്കെടുത്തിരുന്നു. ഉത്തർപ്രദേശിലെ മേയർമാർ, ചെയർപേഴ്സൺസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിങ്ങനെ BJP ഉത്തർപ്രദേശിൽ മുന്നോട്ട് നയിക്കുന്ന പ്രധാന നേതാക്കളുടെ ഒരു മഹാസമ്മേളനമായിരുന്നു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സമാപിച്ച ബിജെപിയുടെ എക്സിക്യൂട്ടീവ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അതിൽ ആദ്യത്തേത് അമൽ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച അമിത ആത്മവിശ്വാസം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ ചതിച്ചു എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ആദിത്യനാഥ് പറഞ്ഞത്. അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ ആണ് ബിജെപിക്ക് കിട്ടിയത്. 80 സീറ്റുകൾ ആണ് ആകെയുള്ളത്. നേരത്തെ അമൽ സൂചിപ്പിച്ചു അത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ആദ്യമായി ഉത്തർപ്രദേശിന്റെ ഭരണത്തിലേക്ക് എത്തുകയാണ്. ആദ്യമായി യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്നത് 2017 അപ്പോൾ 2014 2017 ഉത്തർപ്രദേശിൽ ബിജെപിക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് അവസ്ഥ. സീറ്റുകൾ
സീറ്റുകളുടെ എണ്ണം 62 കുറഞ്ഞു എങ്കിലും BJPയുടെ അപ്രമാദിത്വത്തിലോ വോട്ട് ഷെയറിലോ കാര്യമായ ഒരു ഇടിവ് സംഭവിച്ചിട്ടില്ല. 2019 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അപ്പോഴും യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ ഭരണം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുന്നില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വോട്ട് ഷെയർ നിലനിർത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് BJPയുടെ നേട്ടം. 62 സീറ്റ് 2019 ഉണ്ടായിരുന്നത് നേർക്കുത്തനെ 33 ഇടിയുന്നു. BJPയുടെ അംഗസംഖ്യ 33 ചുരുങ്ങുന്നു. അപ്പുറത്ത് സമാജ്വാദി പാർട്ടിയുടെ അംഗസംഖ്യ 37 ഉയരുന്നു. ഒറ്റയക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അത് റായ്ബറേലിയാണ് 2019. പക്ഷേ 2024 6 സീറ്റിൽ കോൺഗ്രസും വിജയിക്കുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥ് തന്നെ ഇന്നലെ എക്സിക്യൂട്ടീവിൽ പറഞ്ഞത് വെന്റിലേറ്ററിൽ ആയിരുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ഓക്സിജൻ കിട്ടി എന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ വെന്റിലേറ്ററിലായിരുന്ന പ്രതിപക്ഷത്തിന് ഓക്സിജൻ കിട്ടിയ അനുഭവമാണ് ഉണ്ടായത് എന്നാണ് ഒന്നാമത്തെ പ്രധാന കാര്യമായി യോഗി ആദിത്യനാഥ് ഇന്നലെ സൂചിപ്പിച്ചത്. രണ്ടാമത്തേതായി അദ്ദേഹം പറഞ്ഞത്, ഇനിയെങ്കിലും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉത്തർപ്രദേശിൽ സൂപ്പർ ആക്റ്റീവ് ആകേണ്ടതുണ്ട്. നിങ്ങൾ ആക്റ്റീവ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇനി മുതൽ സൂപ്പർ ആക്റ്റീവ് ആകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നമ്മൾ ഒരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്. പുതിയ കാലത്തെ കേൾക്കുകയും പുതിയ കാലത്ത് ഉയരുന്ന ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കും നമ്മൾ അപ്പോൾ തന്നെ മറുപടി നൽകിയും വേണം മുന്നോട്ട് പോകാൻ. ഇനിയുള്ള കാലത്തെ നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഇനിയുള്ള കാലത്ത് നമ്മൾ സൂപ്പർ ആക്റ്റീവ് ആകണം. നിങ്ങൾ ആക്റ്റീവാണ്, നിങ്ങൾ ഈ ഗവൺമെന്റിനൊപ്പമാണ്, പക്ഷേ അത് പോരാ, നവമാധ്യമങ്ങളിൽ കൂടി നിങ്ങൾ സൂപ്പർ ആക്റ്റീവ് ആകേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? യോഗി ആദിത്യനാഥ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇനി പതിവ് പോലെ രാമമന്ത്രവും ജപിച്ചിരുന്നാൽ പറ്റില്ല, ഇനി അത് നടക്കില്ല. കാരണം അതൊക്കെ ഇനിയുള്ള കാലത്തെ ആളുകൾ അതൊന്നും കേട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തി BJPയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്ന് വരില്ല. കാരണം അയോധ്യ പോലും മേശിയില്ല, അയോധ്യയിൽ പോലും തോറ്റു. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സൂപ്പർ ആക്റ്റീവ് ആകേണ്ടതുണ്ട്. പതിവ് പോലെ രാമനാമവും ജപിച്ചിരുന്നാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് കീഴടക്കും. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് വീണ്ടും മുഖ്യമന്ത്രിയാകും. ഇതൊരു തിരുത്താണ്. യോഗി ആദിത്യനാഥ് ഇന്നലെ നിർദ്ദേശിച്ചത് ഒരു തിരുത്താണ്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉള്ള തിരുത്താണ്. ഇതുവരേക്കും നരേന്ദ്രമോദിയും അമിത്ഷായും പോലും തങ്ങൾക്ക് സംഭവിച്ച പിഴവെന്ത്, തങ്ങൾക്ക് എവിടെയാണ് പിശക് പറ്റിയത് എന്ന് ഇതുവരേക്കും പറഞ്ഞിട്ടില്ല. BJPയുടെ ഒരു യോഗത്തിലും അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഗോവ എക്സിക്യൂട്ടീവിൽ നിതിൻ ഗഡ്കരി അത് തുടങ്ങി വെച്ചിരിക്കുന്നു. യോഗി ആദിത്യനാഥ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. തിരുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതും യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട്. ഇപ്പോൾ 2022 2 സീറ്റുകളിലേക്ക് ഉത്തർപ്രദേശിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ സീറ്റുകൾ അസംഗഡും രാംപൂരുമാണ്. രണ്ടിടത്തും 2022 2 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയാണ് ജയിച്ചത്. 2023 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും BJPയാണ് ജയിച്ചത്. 17 മേയർ സീറ്റുകളിൽ BJPയാണ് ജയിച്ചത്. പരമാവധി മുനിസിപ്പൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലെല്ലാം BJPയാണ് ജയിച്ചത്. പക്ഷേ ഇനി വരാനിരിക്കുന്ന 10 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അങ്ങനെയാകണം എന്നില്ല. ഇനി വരാനിരിക്കുന്ന ആ 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചും യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചും ഉത്തർപ്രദേശിൽ അതീവ നിർണായകമാണ്. അവിടെ കാലിടറിയാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ BJP സർക്കാർ വീഴും, യോഗി ആദിത്യനാഥ് സർക്കാർ വീഴും. അവിടെ നേട്ടം കൊയ്യാൻ പോകുന്നത് സമാജ്വാദി പാർട്ടിയായിരിക്കും, അഖിലേഷ് യാദവ് ആയിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോഴും തിരുത്താനൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും യോഗി ആദിത്യനാഥ് തൻ്റെ ഗ്രൗണ്ട്, തൻ്റെ ഹോം ഗ്രൗണ്ടിലെങ്കിലും തനിക്ക് നിന്നേ പറ്റൂ എന്നത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തിരുത്തൽ നിർദ്ദേശങ്ങൾ ഉത്തർപ്രദേശിൽ ലക്നൌവിൽ ചേർന്ന BJPയുടെ എക്സിക്യൂട്ടീവിൽ മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. തിരുത്തിയാൽ ഉത്തർപ്രദേശിലെങ്കിലും BJPക്ക് നല്ലത്.
സുബിഷ്, ഇതിലൊരു പ്രശ്നം ബി ജെ പിക്ക് അകത്തെ പ്രശ്നം മാത്രമല്ല, അല്ലെങ്കിൽ അവർ ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പി മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല ഇപ്പോൾ യു പിയിലുള്ളത്. ഇപ്പോൾ എൻ ഡി എ സഖ്യം, ആ സഖ്യം തന്നെ വലിയ പ്രതിസന്ധി യു പിയിൽ നേരിടുന്നുണ്ട്. ആ സഖ്യത്തിലെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ കൂടി ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് യു പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്കറിയാം. പിന്നാക്ക ജാതിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ്. ഏതാണ്ട് യു പിയിലെ ആകെ 80 ലോക്സഭാ സീറ്റുകളാണ്. 80 ലോക്സഭാ സീറ്റിൽ 50 സീറ്റുകളിലും വിധി നിർണ്ണയിക്കുക പിന്നാക്ക സമുദായത്തിന്റെ വോട്ടുകളാണ്. അതായത് അവിടുത്തെ ജനസംഖ്യയിൽ 50% പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2014-ലെയും 2019-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലും ഒപ്പം തന്നെ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലുമെല്ലാം അവരെ തുണച്ചത് ഈ പിന്നാക്ക വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞതാണ്. ആ പിന്നാക്ക വോട്ടുകളെ അവർ സമാഹരിക്കുവാൻ 2 ഫോർമുലകൾ ഉപയോഗിച്ച്, ഒന്ന് ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, ജാതിക്കപ്പുറത്തേക്ക് ഹിന്ദുക്കൾ എല്ലാവരും ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഒരു തന്ത്രം. അത് രാമക്ഷേത്രമുണ്ട്, മറ്റു പല വർഗീയ ലഹളകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ഹിന്ദുത്വ അജണ്ടയുടെ പിന്നാലെ വിവിധ ജാതികളെ ഒരുമിപ്പിക്കുന്ന ഒരു തന്ത്രം. 2, ഈ വിവിധ പിന്നാക്ക ജാതികളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. ആ നിലയിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പിന്നാക്ക സമുദായങ്ങൾ, ഒന്ന് യാദവരാണ്. യാദവർക്ക് പക്ഷേ അവരെപ്പോഴും അഖിലേഷ് യാദവിനെയും സമാജ്വാദി പാർട്ടിയെയും തന്നെ അടിയുറച്ച് അവർക്കൊപ്പം നിൽക്കുന്ന സമുദായമാണ്. യാദവേതര പിന്നാക്ക സമുദായങ്ങൾ, ഇപ്പോൾ നിഷാദ് സമുദായം പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് പിന്നാക്ക വിഭാഗത്തിൽ. കുർമികൾ, ഇപ്പോൾ കുർമികൾക്കകത്ത് തന്നെ പല ഉപജാതികളുണ്ട്. പട്ടേൽ സമുദായം കുർമികൾക്കകത്തെ ഒരു ഉപജാതിയാണ്. ഗ്യാങ്വാർക്സ്, നിരഞ്ജൻസ്, രാജ്ഭർ, പ്രജാപതി എന്നിങ്ങനെ ജാട്ടുകൾ, അങ്ങനെ പല പിന്നാക്ക ജാതികളുണ്ട്. ആ ജാതികളെ പലതിനെയും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും യു പിയിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അപ്നാദൾ, അനുപ്രിയ പട്ടേലിന്റെ പാർട്ടി, അവരാണ് പട്ടേൽ സമുദായത്തിന്റെ വലിയൊരു വോട്ട് ബാങ്ക് അവർക്കൊപ്പമുണ്ട്. SBSP, നിഷാദ് പാർട്ടി, ഇപ്പോൾ ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദൾ, അവരെ എസ് പിക്കൊപ്പം നിന്നിരുന്ന ഇപ്പം അവരെ അവസാന നിമിഷമാണ് ബി ജെ പി അടർത്തി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഈ ജാട്ട് വിഭാഗത്തിന്റെ വോട്ടുകൾ പിടിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ബി ജെ പി 400-ന് മുകളിൽ സീറ്റ് നേടുമെന്നുള്ള അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വെല്ലുവിളികൾ അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ അയോധ്യയിൽ തോറ്റ ലല്ലു സിംഗ്, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം അവിടെ പറഞ്ഞത് ഞങ്ങൾ 400-ന് മുകളിൽ സീറ്റുകൾ പിടിക്കും, സീറ്റുകൾ പിടിച്ചാൽ ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതുമെന്നാണ്. അങ്ങനെ ഭരണഘടന മാറ്റി എഴുതും എന്നുള്ള ഒരു ഈ അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ ആ നടത്തിയ പ്രചാരണം അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും പിന്നാക്ക സമുദായത്തിലും ദളിത് വിഭാഗങ്ങൾക്കിടയിലുമെല്ലാം തങ്ങൾക്കുള്ള സംവരണം വരെ എടുത്ത് കളഞ്ഞേക്കുമോ എന്നുള്ളൊരു ഭയം വലിയ രീതിയിലുണ്ടായി. ആ ഭയം ഇന്ത്യ സഖ്യത്തെ തുണയ്ക്കുകയും NDA വലിയ രീതിയിൽ പരാജയപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മാത്രമല്ല, ഈ ബി ജെ പിക്ക് ഒപ്പം നിന്ന പല പാർട്ടികൾക്കും അവിടെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അനുപ്രിയ പട്ടേലിന്റെ കാര്യം, അവരുടെ അപ്നാദൾ പാർട്ടി, അവർ മിർസാപൂർ മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് NDA സഖ്യത്തിന്റെ ഭാഗമായിട്ട്. അവർക്ക് ഇത്തവണ ലഭിച്ച ഭൂരിപക്ഷം 37,810 വോട്ടുകളാണ്. പക്ഷേ ഇതിന് മുൻപത്തെ തവണ അവർ അവിടെ നിന്ന് ജയിച്ചത് 2,32,000-ൽ പരം വോട്ടുകൾക്കാണ്. എത്ര കുത്തനെ ഇടിയുകയാണ് അനുപ്രിയ പട്ടേലിന്റെ ഭൂരിപക്ഷം. അതിന്റെ കാരണം ഇത് തന്നെയാണ്. ബി ജെ പി ഈ അമിത ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ അജണ്ട അത് തിരിച്ചടിയായിരിക്കുന്നു ആണ് അവിടുത്തെ സഖ്യകക്ഷികൾക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റോബർട്ട് ഗഞ്ചിൽ അവരുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുക തന്നെ ചെയ്തു. ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ അനുപ്രിയ പട്ടേലിന്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, ഇനി ബി ജെ പി അല്ല, ഇനി NDA ആണ്. അത് ആവർത്തിച്ച് അവർ പറയുകയാണ്. ഇത്രയും നാൾ ഈ 2014-ലും 2019-ലും അധികാരത്തിലിരിക്കുമ്പോൾ മോദി ഇത് മാത്രമേ പറയുള്ളൂ. ഇനി അങ്ങനെയല്ലല്ലോ ഭരിക്കുന്നത്, NDA ആണ് ഭരിക്കുന്നത് എന്നുള്ള അവർ പറയുന്നത് തന്നെ കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ്. ഇപ്പോൾ അഭിമുഖം തയ്യാറാക്കിയ ആൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാമായിരുന്നോ ഈ നിലയിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ ജാതി വിഷയം, സംവരണ വിഷയം, BJP സംവരണം എടുത്തു കളയുമോ എന്നുള്ളൊരു പ്രശ്നം അത് തിരിച്ചടിയാകുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ BJP നേതാക്കളോടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, മുതിർന്ന നേതാക്കളോട് തന്നെ BJPയുടെ നേതാക്കളോട് ഇക്കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അവർ അത് ആ നിലയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ആ നിലയിൽ മറ്റ് പാർട്ടികൾ, NDA സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികൾ വലിയ അതൃപ്തിയിലാണെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അവർക്ക് NDA സഖ്യത്തിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് പല മണ്ഡലങ്ങളിലും, അവരുടെ പരമ്പരാഗത മണ്ഡലങ്ങളിലടങ്കം തോൽവി വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുന്നുണ്ട്. അങ്ങനെ ഈ സഖ്യം
സഖ്യത്തിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധിയും ഈ സാഹചര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായും അത് ഈ സഖ്യകക്ഷികൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അമൽ. പക്ഷെ മനസ്സിലാക്കാത്തത് BJPയുടെ ദേശീയ നേതൃത്വമാണ്. അവിടെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ 2014 മുതൽ 2024 വരെ BJPയുടെ ഈ അമിത ആത്മവിശ്വാസത്തിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത് അമൽ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദുത്വ അജണ്ട മാത്രമാണ്. ഹിന്ദുത്വ അജണ്ട തങ്ങളെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തരേന്ത്യയിൽ തുണയ്ക്കും എന്ന് തന്നെയായിരുന്നു അവരുടെ അമിത ആത്മവിശ്വാസം. ഇപ്പോൾ മോദി തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലൊന്നും ഇങ്ങനെ ഈ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ മോദിയിൽ നിന്നും ഉണ്ടായിരുന്നില്ല. മോദി ഗ്യാരണ്ടി, മോദി സർക്കാരിൻ്റെ വികസനം, ഇതൊക്കെയാണ് ഊന്നി പറഞ്ഞിരുന്നത്. അതങ്ങ് ഏശുന്നില്ല എന്ന് കണ്ടപ്പോഴാണല്ലോ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടാകുന്നു, ഇത് അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടം മുതൽക്കാണ് ഉത്തരേന്ത്യ തങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടി ഹിന്ദുത്വ കാർഡെടുത്ത് വീണ്ടും നരേന്ദ്രമോദി വീശാൻ തുടങ്ങിയത്. ഇതല്ലാതെ മറ്റൊരു ഫോർമുല മുന്നോട്ട് വയ്ക്കാൻ BJPയുടെ ദേശീയ നേതൃത്വത്തിന് 2024 ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്കും അഖിലേഷ് യാദവിനും മറ്റൊരു കാർഡ് ഇറക്കി കളിക്കാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ ചർച്ച ചെയ്ത PDA എന്ന് പറയുന്ന അഖിലേഷ് യാദവിന്റെ ഫോർമുല. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ലക്നൌവിലെ BJPയുടെ UP എക്സിക്യൂട്ടീവിൽ തന്നെ യോഗി ആദിത്യനാഥ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് സമാജ്വാദി പാർട്ടിയെയും അഖിലേഷ് യാദവിനെയും ആണ്. കാരണം അവിടെ ഉത്തർപ്രദേശിൽ നമുക്കറിയാം കോൺഗ്രസ് അല്ല ഒരു വലിയ ശക്തി എന്ന് പറയുന്നു. കോൺഗ്രസിന് അത്രത്തോളം കരുത്തുള്ള ഒരു സ്റ്റേറ്റ് അല്ല ഉത്തർപ്രദേശ്. അവിടെ സമാജ്വാദി പാർട്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയോട് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നത് UPയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ്. അവിടെ അഖിലേഷാണ് ആ പ്രചാരണത്തിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചിരുന്നത്. അഖിലേഷാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇവിടെ BJP ഭയക്കുന്നതും അഖിലേഷ് യാദവിനെയാണ്, സമാജ്വാദി പാർട്ടിയെ ആണ്. കാരണം മറ്റൊരു കാര്യം, ഇപ്പോൾ 2 പോയിന്റ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. മൂന്നാമതായി യോഗി ആദിത്യനാഥ് എക്സിക്യൂട്ടീവിൽ പറഞ്ഞത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിൽ BJPയുടെ വോട്ടുകൾ വിഭജിക്കപ്പെട്ടു എന്നാണ്. BJPയുടെ വോട്ട് ബാങ്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു മഹാശക്തിയായി ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ നമ്മളിതാ വിഭജിക്കപ്പെട്ടു പോയിരിക്കുന്നു, നമ്മുടെ സമൂഹം ചിതറിയ സമൂഹമായിരിക്കുന്നു എന്നാണ് എക്സിക്യൂട്ടീവിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞത്. ഇതിൽ ഏതാണ് നമ്മുടെ സമൂഹം? യോഗി ആദിത്യനാഥ് എക്സിക്യൂട്ടീവിൽ പറഞ്ഞ ആ നമ്മുടെ സമൂഹം ഏതാണ്? അത് ഹിന്ദു വോട്ട് ബാങ്ക് ആണ്. ഉത്തർപ്രദേശിലടക്കം BJPയെ ഇത്രയും കാലം തുണച്ചിട്ടുള്ള ഹിന്ദു വോട്ട് ബാങ്ക് ആണ് യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിച്ച നമ്മുടെ സമൂഹം. രണ്ടാമത് യോഗി ആദിത്യനാഥ് പറഞ്ഞത് ആ നമ്മുടെ സമൂഹം ഇപ്പോൾ ചിതറിയ സമൂഹം ആയിരിക്കുന്നു എന്നാണ്. അതിനെ വിഭജിച്ചത് സമാജ്വാദി പാർട്ടിയാണ്, അഖിലേഷ് യാദവാണ്. അതിനുവേണ്ടിയാണ് അഖിലേഷ് യാദവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച PDA എന്ന മുദ്രാവാക്യം അന്ന് മുന്നോട്ട് വെച്ചത്. പിച്ചഡേ ദളിത് അല്പസംഖ്യ, ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. പിച്ചഡേ എന്ന് പറഞ്ഞാൽ OBC ആണ്, ദളിത് എന്ന് പറഞ്ഞാൽ ദളിത് തന്നെ, അല്പസംഖ്യ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്. ഇവിടെ സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും ചെയ്തത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയത്തിൽ പരമാവധി പ്രാതിനിധ്യം ഈ 3 വിഭാഗക്കാർക്കും നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ OBC വിഭാഗത്തെയൊക്കെ ഇത്രമാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിന് ഇത്രയേറെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. ദളിത് വിഭാഗങ്ങളെ മുഴുവൻ സമാജ്വാദി പാർട്ടി തങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പാസി, ജാട്ടവ് സമുദായത്തിൽപ്പെട്ടവരെയൊക്കെ, ദളിത് വിഭാഗത്തിലെ കാസ്റ്റാണ് പാസി, ബാട്ടവ് സമുദായങ്ങൾ, ഇവർക്കൊക്കെ ജനറൽ സീറ്റിൽ പോലും മത്സരിക്കാൻ അവരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ജനറൽ സീറ്റിൽ പോലും ഈ സമുദായത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു സമാജ്വാദി പാർട്ടി. പാസി സമുദായത്തിൽപ്പെട്ട അവധേഷ് പ്രസാദാണ് അയോധ്യയിൽ BJPയുടെ ലല്ലു സിംഗിനെ തോൽപ്പിച്ചത്. BJPയുടെ ലല്ലു സിംഗിനെ തോൽപ്പിച്ചത് പാസി സമുദായത്തിൽപ്പെട്ട അവധേഷ് പ്രസാദാണ്. ജനറൽ സീറ്റാണ്. ആ ജനറൽ സീറ്റിൽ പാസി സമുദായത്തിൽപ്പെട്ടയാളെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു അഖിലേഷ് യാദവ്. അവിടെയാണ് BJP അമ്പരന്നു പോയത്. അയോധ്യയിൽ തോറ്റു എന്ന് മാത്രമല്ല, അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറാത്തതിൻ്റെ കാരണം ഹിന്ദു വോട്ട് ബാങ്ക്, ഉത്തർപ്രദേശിലെ ഹിന്ദു വോട്ട് ബാങ്ക് ഇതാ ചിതറിയിരിക്കുന്നു, അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഇപ്പോൾ ഒന്നടങ്കം സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്കായി മാറി
മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദളിതുകളെയൊക്കെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാക്കി മാറ്റുന്നത് ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുപോലെ ഒബിസിയിൽ അവസാന ലെയറിൽ ഉള്ള സമുദായങ്ങളാണ് ബിന്ദ്, കശ്യപ്, മല്ല സമുദായങ്ങളൊക്കെ. മല്ല സമുദായം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന തൊഴിലാളികളാണ്, തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ പരമാവധി പരിഗണന നൽകിക്കൊണ്ടാണ് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ ഗുണമാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് 37 സീറ്റിൽ അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു അമൽ, 93-ന് ശേഷം യു പിയിൽ ഇതുപോലൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഫോർമുല ഉരുത്തിരിയുന്നതും അവർക്ക് ദളിത് വിഭാഗങ്ങൾക്കടക്കം പരമാവധി പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാകുന്നത് തന്നെ 93-ന് ശേഷം ആദ്യമായാണ്. 92-ലാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. 93-ലാണ് SP-BSP സഖ്യം, അതായത് മുലായം സിംഗ് യാദവ് കാൻഷിറാം സഖ്യം അവിടെ അധികാരത്തിലേറുന്നത്. അന്ന് ഉയർന്ന മുദ്രാവാക്യം മിലേ മുലായം കാൻഷിറാം ഹവാ മേൻ ഉഠ് ഗയി ജയ് ശ്രീറാം എന്നാണ്. അതായത് മുലായം സിംഗ് യാദവും കാൻഷിറാമും ഒന്നിച്ചപ്പോൾ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ, ജയ് ശ്രീറാം വിളികൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതായി എന്നാണ്. ആ രീതിയിൽ 93 ഉയർന്ന ആ മുദ്രാവാക്യത്തിന് ശേഷം ഇപ്പോൾ ഇതാ 2024-ൽ അഖിലേഷ് യാദവ് ഈ രീതിയിലുള്ള ഒരു വിപ്ലവം ഉത്തർപ്രദേശിൽ സാധ്യമാക്കിയിരിക്കുന്നു. ഇവിടെ അമൽ 2 കാര്യങ്ങൾ കൂടി അഖിലേഷ് യാദവിനെയും സമാജ്വാദി പാർട്ടിയെയും തുണച്ചിട്ടുണ്ട്. അത് BJPക്ക് തിരിച്ചടിയായിട്ടുമുണ്ട്. അത് യാദൃശ്ചികമായി സംഭവിച്ച 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സംഭവിക്കുന്നത് 2017-ലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2017-ലാണ് യോഗി ആദിത്യനാഥ് ആദ്യമായി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ 2017-ൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരുമ്പോൾ അതുവരേക്കും അത് അഖിലേഷ് യാദവാണ് ഉപയോഗിച്ചിരുന്നത്. അഖിലേഷ് യാദവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ആദ്യം ചെയ്ത പ്രവൃത്തി ആ വീട്, ഔദ്യോഗിക വസതി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുവരേക്കും ഒരു OBC ലീഡർ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതി യോഗി ആദിത്യനാഥ് വന്ന് ശുദ്ധി വരുത്തുകയാണ്. അതൊരു തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് അന്ന് നൽകിയത്. പിന്നീട് ഇപ്പോൾ 2024-ൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ കനൗജിൽ നിന്നാണല്ലോ അഖിലേഷ് യാദവ് മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലേക്ക് എത്തുന്നത്. ലോക്സഭാ പ്രചാരണത്തിൻ്റെ 3-ാം ഘട്ടം കനൗജ് ലോക്സഭാ മണ്ഡലത്തിൽ അഖിലേഷ് യാദവ് തുടങ്ങി വെക്കുന്നത് ഗൗരി ശങ്കർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഗൗരി ശങ്കർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ 3-ാം ഘട്ടം അഖിലേഷ് യാദവ് തുടങ്ങുന്നു. അവിടെ ദർശനത്തിന് എത്തുന്നു അഖിലേഷ് യാദവ്. ദർശനം പൂർത്തീകരിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ അപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോ, BJP പ്രവർത്തകർ ഗംഗാജലം കൊണ്ട് ആ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിൽ ഇതാ OBC-കാരനായ ഒരാൾ ആ ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തി തിരിച്ചിറങ്ങിയിരിക്കുന്നു. അപ്പോൾ BJP-ക്കാർ പോയി ഗംഗാജലം തെളിച്ച് ആ ക്ഷേത്രം ശുദ്ധി വരുത്തുകയാണ്. ഈ വീഡിയോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഈ 2 സംഭവങ്ങളും ഇതാ BJP തങ്ങൾ കൈത്തം കൽപ്പിച്ചിരിക്കുന്നു, BJP-യാൽ തങ്ങൾ അവഗണിക്കപ്പെടുന്നു, BJP ഇപ്പോഴും തങ്ങളെ അകറ്റി നിർത്തുന്നു, തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന ചിന്ത OBC-യിലടക്കം, OBC ജാതി സമുദായങ്ങളിലടക്കം പ്രചരിക്കുന്നതിനും അത് BJP-ക്ക് തിരിച്ചടി നൽകുന്നതിനും BJP-ക്കെതിരായ ഒരു ചിന്ത അവരിൽ ഉണർത്തുന്നതിനും ഒക്കെ കാരണമായിട്ടുണ്ട്. അവിടെയാണ് സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും PDA എന്ന ഫോർമുലയുമായി മുന്നോട്ട് വന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തതും. പക്ഷെ അവിടെ പരാജയപ്പെട്ടത് BJP-യുടെ ഹിന്ദുത്വ അജണ്ടയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ രാമമന്ത്രവും ജപിച്ചിരുന്നാൽ ഇനി അങ്ങോട്ട് വിലപ്പോവില്ല, ജനങ്ങൾ വിലവെക്കില്ല. ഇനി അങ്ങോട്ട് പുതിയ കാലമാണ്. ആ പുതിയ കാലത്തെ അഡ്രസ് ചെയ്യാനും പുതിയ കാലത്തെ കേൾക്കാനും BJP-യുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും തയ്യാറാകണം. അതിനുള്ള തിരുത്തൽ ആണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന നിർദ്ദേശമാണ് യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നും BJP-യുടെ UP എക്സിക്യൂട്ടീവിൽ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ യോഗിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇത്തരം തിരിച്ചടികൾ യോഗി ഒരുപക്ഷെ മുന്നിൽ കണ്ടിരുന്നിരിക്കുക. അവിടുത്തെ സംസ്ഥാന നേതൃത്വം ഈ നിലയിൽ തിരിച്ചടികൾ ഉണ്ടാകാമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് അവിടെ നിലവിലുണ്ടായിരുന്ന 30 MP-മാരെ മാറ്റണം, അവരെ ഇനി സ്ഥാനാർത്ഥിമാരാക്കരുത്, അവർക്കെതിരെ വലിയ ജനവികാരം അടിത്തട്ടിലുണ്ട്, ആ MP-മാരെ
ഒട്ടും ആക്സസ് അല്ല അവർ എന്നുള്ള നിലയിൽ ജനങ്ങൾ ആ ആവശ്യവും ദേശീയ നേതൃത്വം പരിഗണിച്ചില്ല. അതെ, ആ നിലയിൽ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം. പക്ഷേ ദേശീയ നേതൃത്വം UP യെ സംബന്ധിച്ചിടത്തോളം അത്തരം പരിഗണനകളിലേക്കൊന്നും പോയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ MP-മാരോടുള്ള അതൃപ്തി മാത്രമല്ല, അവിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ടുള്ള ജനവികാരം, കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് കർഷകർ നേരിടുന്ന പ്രതിസന്ധി, ജാട്ട് സമുദായം ഉൾപ്പെടെ വലിയ എതിർപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തൊഴിലില്ലായ്മ നമുക്കറിയാം, വലിയ രീതിയിൽ ചില ഈ ചോദ്യപേപ്പർ ചോർച്ച തന്നെ തൊഴിലില്ലായ്മയുടെ ഭാഗമായിട്ട് കൂട്ടി വായിക്കേണ്ട സംഗതിയാണ്. ജനങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ പല സ്ഥാപനങ്ങളുടെയും മുന്നിൽ അഭിമുഖത്തിന് വേണ്ടിയിട്ട് 10-15 പേർക്ക് മാത്രം അവസരമുള്ള തൊഴിലിടങ്ങളിലേക്ക് അഭിമുഖത്തിനായിട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ക്യൂ നിൽക്കുന്ന കാഴ്ച, അത് UP യിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പലയിടത്തു നിന്നും നമ്മൾ കണ്ടതാണ്. ആ നിലയിൽ ഇന്ധന വില വർധനവ്, പാചകവാതകത്തിന്റെ വില വർധനവ്, അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിരുന്നെങ്കിൽ, പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ നിരവധി വിഷയങ്ങൾ UP യിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കാണാതെയാണ് ഈ ഹിന്ദുത്വ അജണ്ട മാത്രം, രാമക്ഷേത്രം മാത്രം മുൻനിർത്തിക്കൊണ്ട് BJP പോയത്. എന്തായാലും അതിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ അതങ്ങനെ ആ കാരണങ്ങളെല്ലാം തുറന്നു പറയുവാനും ഇപ്പോൾ യോഗി ആദിത്യനാഥ് അദ്ദേഹം തയ്യാറായിരിക്കുന്നു. പക്ഷേ യോഗി മാത്രം തയ്യാറായാൽ പോരാ, BJPയുടെ ദേശീയ നേതൃത്വവും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ അഡ്രസ്സ് ചെയ്ത് അവർ ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറായാൽ അതൊരു പക്ഷേ ഭീഷണിയാവുക ഇന്ത്യ സഖ്യത്തിനായിരിക്കും. ആ നിലയിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ തന്ത്രങ്ങളുമായി BJP മുന്നോട്ട് വരികയാണെങ്കിൽ അതിന് മറുതന്ത്രം ആലോചിക്കേണ്ട ഒരു ചുമതല ഇന്ത്യ സഖ്യത്തിനുണ്ട്. അല്ലെങ്കിൽ നിലവിലുണ്ടാക്കിയ ഒരു മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയും വരും. 2024 തിരിച്ചടി കണ്ടു പഠിച്ചില്ലെങ്കിൽ 2027 അതിലും വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് എന്തായാലും ആദിത്യനാഥിന് മനസ്സിലായി, നിതിൻ ഗഡ്കരിക്കും മനസ്സിലായി, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കൂടി മനസ്സിലായാൽ നന്ന്. ICL Finco, the intelligent choice.